അപ്പോൾ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അഗെയിൻ. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് വീഡിയോ എല്ലാം കണ്ടതിന് ശേഷം മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ മതി. ഇന്ന് ഞാൻ പറയാൻ വന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മളെ സജീന വ്ളോഗ്സിനാണ്. സജീന വ്ളോഗ്സിനെ എല്ലാവർക്കും അറിയാമല്ലോ, രേണു സുധിയുടെ ഒരു സപ്പോർട്ടർ എന്ന് പറയാം. രേണു സുധിയുടെ ഒരു സപ്പോർട്ടറാണ് നമ്മളെ ഈ സജീന വ്ളോഗ്സ്. പുതിയൊരു പടത്തിന്റെ പ്രൊമോഷനായിട്ട് ഇന്റർവ്യൂ കൊടുത്തിരുന്നത്. അപ്പോൾ അതിനകത്ത് ഒരു കാര്യമില്ലാതാണ് നമ്മളെ രേണു സുധിനെ അതിനകത്ത് പിടിച്ചിട്ടത്. അപ്പോൾ ഒരു കാര്യമില്ല, സത്യം പറഞ്ഞാൽ രേണു സുധി ആ മൂവിയിൽ പോലും ഇല്ല. അപ്പോൾ ഇത് ഇന്റർവ്യൂ എടുത്തിട്ട് കുറേ നമ്മളെ യൂട്യൂബേഴ്സ്, നമ്മളെ സ്വന്തം യൂട്യൂബേഴ്സ് റിയാക്ഷൻ ചെയ്തായിരുന്നു. റിയാക്ഷൻ ചെയ്തപ്പോഴത്തേന് ഈ സജീന വ്ളോഗ്സിനങ്ങ് പൊട്ടിന്ന് തന്നെ പറയാം, അല്ല വേറെ രീതിയിലും പറയാൻ പറ്റത്തില്ല, പൊട്ടിന്ന് തന്നെ പറയാം. അപ്പോൾ പൊട്ടിയിട്ട് ഈ യൂട്യൂബേഴ്സിനെയും ഈ ബാക്കിയുള്ള റിയാക്ഷൻ ചെയ്ത ആൾക്കാരെ എല്ലാം ഒരുമാതിരി വല്ലാത്ത രീതിയിൽ സംസാരിച്ച് തുടങ്ങി, വെല്ലുവിളിക്കുന്ന രീതിയിലൊക്കെ തുടങ്ങിയായിരുന്നു കുറച്ച് കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മളെ മനു ബ്രോൻ, അപ്പോൾ അതിനകത്ത് മെയിനായിട്ട് നമ്മളെ മനു ബ്രോനെയും ബിച്ചു ബ്രോനെയാണ് മെയിനായിട്ട് ഇവർ ഒരുമാതിരി ആക്ഷേപം പോലെ പറയുന്നത്. ആക്ഷേപമാണെന്ന് എന്തോന്ന് അറിയത്തില്ല. എന്തായാലും സജീന പറയുന്നത് നമുക്കൊന്ന് കേട്ട് നോക്കാം. ഹായ് ഹലോ നമസ്കാരം. സജീന വ്ളോഗ്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നീട്ടി വലിച്ചിട്ടുള്ള ഒരു വീഡിയോ ഒന്നുമല്ല. എനിക്ക് ഒരു ചെറിയൊരു കാര്യം പറയാൻ വേണ്ടിയിട്ട് വന്നതാണ്. പനി മാറിയിട്ടില്ല കേട്ടോ, നല്ല സൂപ്പർ പനിയുണ്ട്. തൊണ്ടയടപ്പ് മനസ്സിലാവുന്നുണ്ടായിരിക്കുമല്ലോ, അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഒന്നും ചെയ്യാത്തത്. കണ്ണൊക്കെ കണ്ട വീങ്ങൊക്കെ ഇരിക്കുന്നു. ഒരു വിധത്തിലൊന്ന് ഇതായി വരുന്നതേ ഉള്ള പനിയുന്നു. പിന്നെ ഞാൻ ഒരു കരിമ്പടം എന്ന് പറഞ്ഞ സിനിമയുടെ പ്രൊമോഷന് പോയി അതിന്റെ പ്രസ് ക്ലബ് മീറ്റിംഗിന്റെ ഒക്കെ വെച്ചിട്ടുള്ള വീഡിയോകൾ ഇപ്പോൾ കുറച്ച് കിടന്ന് വൈറലാവുന്നുണ്ട്. അവർ പറഞ്ഞതിൽ പിന്നെ മനുവും സൈക്കോപാത്ത് എന്ന് പറയുന്ന ഒരുത്തനുണ്ടല്ലോ, അവനും കൂടി എടുത്തു വെച്ച് രണ്ടും കൂടെ ജോയിന്റ് ആയിട്ട് ഇരുന്നിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് എടുത്തു വെച്ച് അതിനകത്ത് അപ്പോൾ സൈക്കോപാത്ത് എന്ന് ഉദ്ദേശിച്ചത് നമ്മളെ ബിച്ചു ബ്രോനെ ആയിരിക്കും. പക്ഷെ അതിന്റെ പേര് അതൊന്നുമില്ലല്ലോ, ബിച്ചു സ്റ്റോക്ക് എന്നല്ലേ അതിന്റെ യൂട്യൂബ് ചാനലിന്റെ പേര്. മനു ഓക്കെ. അപ്പൊ എന്തോ ആണ് മാഡം ആളെ കളിയാക്കുന്ന രീതിയിൽ ഇങ്ങനെയൊക്കെ അതിനകത്ത് തന്നെ ഉണ്ടല്ലോ. കറക്റ്റായിട്ട് കണ്ടോ? വീഡിയോസൊക്കെ കറക്റ്റായിട്ട് കണ്ടോ? അത് ആരെങ്കിലും പറഞ്ഞ രീതിയിൽ കേട്ടിട്ടാണോ നിങ്ങൾ ഇത് ഇരുന്ന് പറയണത്? അപ്പോൾ മനു ബ്രോയും നമ്മളെ ബിച്ചു ബ്രോയും ഇരുന്ന് ചെയ്ത ഒരു വീഡിയോയുടെ കാര്യമാണ് ഇവർ പറയണത്. നിങ്ങൾക്ക് ആർക്കും മനസ്സിലായില്ലെങ്കിൽ നമ്മളെ മനു ബ്രോന്റെയും നമ്മളെ ബിച്ചു ബ്രോന്റെയും യൂട്യൂബ് ചാനലിൽ കയറി നോക്കി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കാര്യം എന്തോന്ന് മനസ്സിലാവും. ചേച്ചി പറ. ഒരു കാര്യം പറഞ്ഞത് അംഗീകരിക്കണം. കാരണം ഈ കരിമ്പടം എന്ന് പറയുന്ന സിനിമയിൽ രേണുസുതി ഇല്ല. രേണുസുതി 7 അയലത്ത് പോലും ഇല്ലാത്തൊരു കാര്യമാണ്. പക്ഷേ അവിടെ വന്ന മീഡിയക്കാരെല്ലാവരും എന്റെ അടുത്ത്, ഞാൻ രേണുവിനെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇടുന്ന ഒരാളാണ്, വ്ളോഗറാണ് എന്ന് അറിഞ്ഞുകൊണ്ടായിരിക്കാം അവരെന്റെ അടുത്ത് രേണുസുതിയുടെ കാര്യങ്ങളാണ് കൂടുതലും ചോദിച്ചത്. ആദ്യം ചോദിച്ചിരുന്നു, ഞാൻ റിപ്ലൈ ഒന്നും കൊടുത്തൊന്നുമില്ല. ഞാൻ പറഞ്ഞു നമ്മളിവിടെ വന്നിരിക്കുന്ന കരിമ്പടത്തിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ടാണ്, രേണുസുതിയുടെ വിഷയം ഇവിടെ സംസാരിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞ് 2-3 പേരെടുത്ത് ഞാൻ ഒഴിഞ്ഞു മാറി. 2-3 പേരെടുത്ത് ഒഴിഞ്ഞു മാറി. 1, 2, 3 പേരെടുത്ത് ഒഴിഞ്ഞു മാറി. അപ്പോൾ കൂട്ടത്തിലുള്ളവർ ചോദിച്ചപ്പോഴത്തേന് ചേച്ചി ഉള്ള കാര്യം ഇല്ലാത്ത കാര്യം എല്ലാം പറഞ്ഞു കൊടുത്തു. അതിനുശേഷം വന്നതാണ് ഈ സജീന വ്ളോഗ്സ് ഇവർ അക്കൗണ്ടിൽ വന്ന വീഡിയോ ആണിത്. അതിന്റെ കൂടെ തന്നെ കരിമ്പടം എന്ന് പറയുന്ന അതിന്റെ ഒരു പോസ്റ്ററും താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്താണ് ഉദ്ദേശിക്കേണ്ടത്? റീച്ചിന് വേണ്ടി അല്ലേ? റീച്ചിന് വേണ്ടിയിട്ടും ഈ ഒരു സിനിമയുടെ പ്രൊമോഷന് വേണ്ടിയിട്ടും അല്ലേ ഈ ഒരു പരിപാടി ചെയ്യുന്നത്? നമുക്ക് സ്വാഭാവികമായിട്ട് മനസ്സിലാവുന്നത് ആ ഒരു രീതിയാണ്. പിന്നെ രേണുസുധിയുടെ ഈ ഒരു പേര് അതിനകത്ത് വലിച്ചിട്ടതും ഇതിന്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് തന്നെയാണ്. നമുക്ക് അങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റണത്. ബാക്കി പറ. പക്ഷേ നമ്മുടെ കൂട്ടത്തിലുള്ളവർ തന്നെ നമ്മളോട് ഇങ്ങനെ അവളെ കുറിച്ച് ചോദിച്ചപ്പോൾ എനിക്ക് അതിന് റിപ്ലൈ കൊടുക്കാതിരിക്കാൻ പറ്റിയില്ല. പക്ഷെ അത് സത്യത്തിൽ ഒരു ക്രിയേഷൻ ആയിരുന്നു എന്ന് ഞാൻ പിന്നെയാണ് അറിഞ്ഞത്. എങ്കിലും അത് ഓക്കെ, ആ പറഞ്ഞത് ഞാൻ അംഗീകരിക്കുന്നു. ഞാൻ അറിഞ്ഞിട്ടില്ലായിരുന്നു. അത് അവിടെ വെച്ച് ആ ഒരു സംസാരം വന്നപ്പോൾ സംസാരിച്ചു പോയതാണ്. പിന്നെ നീയൊക്കെ വേറൊരു കാര്യം പറഞ്ഞില്ല, അതങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്ത് തരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നിന്റെയൊക്കെ ആ ഒരു പുച്ഛത്തിനോടുള്ള ഒരു സംസാരം ഉണ്ടല്ലോ, പുച്ഛഭാവത്തിൽ. എടാ മോനെ, നീ പറഞ്ഞല്ലോ കരിമ്പടം എന്ന് പറയുന്ന ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ ഒരു കരിമ്പടത്തിന്റെ ഇതിന്റെ അടുത്ത് റിയാക്ഷൻ ചെയ്തതിന് എന്താണ് കുഴപ്പം? എനിക്കറിയാൻ മേലാണ്ട് ചോദിക്കും, എന്താണ് കുഴപ്പം? അതൊരു സിനിമയുടെ പ്രൊമോഷൻ ആയില്ലേ? അതിനകത്ത് എവിടെയാണ് പുച്ഛം? നിങ്ങൾ ഈ വീഡിയോ കാണാൻ നിങ്ങൾ തന്നെ ആലോചിക്കുക, അതിനകത്ത് എവിടെയാണ് പുച്ഛം? അവരിത്രയും എടുത്ത് റിയാക്ട് ചെയ്തത് കരിമ്പടം എന്ന് പറയുന്ന ഒരു പടം ഇറങ്ങിയെന്നുള്ള രീതിയിൽ കുറച്ച് ഒരു പ്രൊമോഷൻ പോലെ ആയില്ലേ? അതിനകത്ത് എവിടെയാണ് പുച്ഛമെന്ന് എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുന്നില്ല. അവരെന്തോ പുച്ഛിച്ചെന്നു ഞാൻ ഒരു വീഡിയോ ഒക്കെ കാണുന്നില്ല. അപ്പോൾ അവരെന്തോ പുച്ഛിച്ചെന്നു എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലായില്ല. അതിനകത്ത് പുച്ഛം എന്നുള്ള രീതിയിലൊന്നുമില്ല. അവരെ ഉദ്ദേശിക്കുന്നത് രേണുസുധിയുടെ കാര്യം മാത്രമേ ഉള്ളൂ.
അവർ പറഞ്ഞിരിക്കുന്നത് രേണുസുധിയുടെ കാര്യം മാത്രമേ ഉള്ളൂ. നിങ്ങൾ എന്തിനും രേണുസുധിയുടെ ഈ ഒരു പടത്തിലില്ലാത്ത, ഈ ഒരു മൂവിയിലില്ലാത്ത ആളെ പിടിച്ച് അതിനകത്ത് വലിച്ചയച്ചു എന്നുള്ള രീതിയിൽ മാത്രമേ പറയുന്നുള്ളൂ. അല്ലാതെ ഒരു പുച്ഛം എന്നുള്ള രീതിയിലൊന്നും അതിനകത്ത് ആരും ഒന്നും പറഞ്ഞിട്ടുമില്ല. ബിച്ചു ബ്രോ ആയാലും ശരി, മനു ബ്രോ ആയാലും ശരി, ആരും ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. നിങ്ങൾ ചുമ്മാ ആവശ്യമില്ല, അത് റീച്ചിന് വേണ്ടിയിട്ട്. ഈ ഒരു പോസ്റ്റർ കാണുമ്പോൾ തന്നെ അറിയാം, ഈ ഒരു മൂവിയുടെ പോസ്റ്റർ നിങ്ങളെ ഈ ഒരു വീഡിയോക്കകത്ത് കൊടുത്തിരിക്കാൻ തന്നെ അറിയാം, നിങ്ങൾ റീച്ചിന് വേണ്ടിയിട്ടും ആ മൂവിയുടെ ഒരു പ്രൊമോഷന് വേണ്ടിയിട്ടും ചെയ്തതാണെന്ന് നല്ല രീതിയിൽ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ വേറെ ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അഭിനയിച്ചിട്ടുണ്ട്. അതിനകത്താണെങ്കിൽ അറിയാവുന്ന ആരുമില്ല, ഒരു മനുഷ്യരും ഇല്ല. നീയൊക്കെ ഏത് ജീവിതത്തിലാണ് ജീവിക്കുന്നത്? അപ്പൊ നിനക്കൊക്കെ ഓരോ ഫാൻസ് കാണുമല്ലോ. ആ സിനിമ നടന്മാർ ഇപ്പൊ മമ്മൂട്ടി ഇഷ്ടമുള്ളവർ കാണും, മോഹൻലാലിനെ ഇഷ്ടമുള്ളവർ കാണും, ദിലീപിനെ ഇഷ്ടമുള്ളവർ കാണും, അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റിനെ ഇഷ്ടമുള്ള വ്യക്തികൾ കാണും. അവരൊക്കെ ജനിച്ച് ഗർഭപാത്രത്തിൽ കിടന്നപ്പോഴേ ഫേമസ് ആയിട്ടാണ് പുറത്തോട്ട് ഇറങ്ങിയത്. ഒരിക്കലും അല്ല. അവർക്കും ആദ്യം ഒരു കാലുറയ്ക്കാനായാലും ഒരു സ്റ്റെപ്പ് കിട്ടിയിട്ടാണ് അവർ 1, 2, 3 കയറി വന്നത്. അപ്പൊ ഒരവസരം ആദ്യം കിട്ടുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയൊരു കാര്യം. അത് നീയൊക്കെ വെറും അങ്ങ് നിസ്സാരപ്പെട്ട് പുച്ഛിച്ചങ്ങ് കളഞ്ഞ് അത് നീയൊക്കെ വലിയ അഹങ്കാരികളാണെന്നുള്ളതിന് ഒന്നാമത്തെ തെളിവാണത്. നീക്ക് ഇത്ര പുച്ഛിക്കാൻ എന്തിരിക്കുന്നു? നീയൊക്കെ ഒരു നിമിഷം കൊണ്ട് പുച്ഛിച്ച് കളയുന്നത് എത്ര വർഷത്തെ പരിശ്രമമാണെന്നറിയാമോ? ഒരു കുറെ ആൾക്കാരുടെ കഠിന പ്രയത്നമാണെന്നറിയാമോ? ഒരു സിനിമയായാലും ഒരു ഷോർട്ട് ഫിലിം ആയാലും ഒരു വെബ് സീരീസ് ആയാലും പുറത്തിറങ്ങുന്നത് അതിന്റെ പിന്നിൽ ഒരുപാട് കടമകളുണ്ട്, ഒരുപാട് ആൾക്കാരുടെ വിയർപ്പുണ്ട്, ഒരുപാട് ആൾക്കാരുടെ പിന്നെ ബുദ്ധിമുട്ടുകളുണ്ട്, പ്രാരാബ്ദങ്ങളുണ്ട്. അതൊന്നും ഒക്കെ ഒരു നിസ്സാരം നിനക്കൊക്കെ. ഈ സിനിമ എന്ന് പറയുന്നത് 3 വർഷം കൊണ്ടോ 3 വർഷത്തെ പ്രയത്നത്തിന്റെ ഫലമായിട്ടാണ് ഇപ്പൊ അത് റിലീസാവുന്നത്. 150 തിയേറ്ററിൽ തന്നെയാണ് റിലീസാവുന്നത് ആ സിനിമ. അതിനകത്ത് പാടിയിരിക്കുന്ന ആരാണെന്ന് അറിയാമോ? നിനക്കൊക്കെ ഫേമസ് അറിയില്ല. ഇതിനകത്ത് ആരും ഞാൻ ഒരു വീഡിയോ ഞാൻ വീണ്ടും പറയുന്നു, ഞാൻ ഒരു വീഡിയോ കണ്ടതാണ്. അതിനകത്ത് നിങ്ങളെ പുച്ഛിക്കുന്ന കേട്ടോ അല്ലെങ്കിൽ ആ സിനിമേനെ പുച്ഛിക്കുന്ന കേട്ടോ ഞാൻ കണ്ടില്ല. എനിക്ക് ആദ്യമേ തോന്നിയത് ഇവരെന്തോ ഈ സിനിമയുടെ പ്രൊമോഷന് കൊണ്ടിറങ്ങിയാന്നുള്ള രീതിയിലാണ് നമ്മൾ ആദ്യമേ വിചാരിച്ചിരുന്നത്. സ്വാഭാവികമായിട്ട് അങ്ങനെ തോന്നത്തുള്ളൂ, പ്രൊമോഷൻ എന്നുള്ള രീതിയിൽ. യൂട്യൂബേഴ്സ് എല്ലാം എടുത്തിട്ട് ആ പടം പ്രൊമോഷൻ ചെയ്യുന്നു എന്നുള്ള രീതിയിൽ നമുക്ക് സ്വാഭാവികമായിട്ടും തോന്നത്തുള്ളൂ. അല്ലാതെ ഈ പറയുന്ന കണക്ക് ഗർഭപാത്രത്തിൽ നിന്ന് ഇറങ്ങി വന്നപ്പോഴത്തേന് എല്ലാവരും അങ്ങ് നടന്മാരായോ നടിമാരായോ ഫേമസ് ആയോ എന്നുള്ള രീതിയിലല്ല. അങ്ങനല്ല അവർ അങ്ങനത്തെ സംസാരിച്ചിട്ടേ ഇല്ല. നല്ല രീതിയിൽ മനസ്സിലാവും. പിന്നെ നിങ്ങൾ എന്തിനാ ഈ കിടന്ന് പറയുന്നതെന്ന് നമുക്ക് കറക്റ്റായിട്ട് വ്യക്തമാവില്ല. നിങ്ങൾക്ക് റീച്ചിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നതെന്ന് സ്വാഭാവികമായിട്ട് നമുക്ക് വ്യക്തമാവും, മനസ്സിലാവും. അപ്പൊ പുച്ഛിച്ച് ഈ ഒരു മൂവി അറിയാം, എല്ലാവരും ഓരോരോ കാര്യങ്ങൾ എല്ലാത്തിലും എത്ര എഫോർട്ട് ഇട്ടാണ് ഓരോ മൂവി ഇറക്കുന്നതും. അതിനകത്ത് കുറെ ആൾക്കാർ ബാക്ക്ഗ്രൗണ്ടിലായാലും ഫ്രണ്ട് വോയിസിലായാലും കുറെ ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം ഏതൊരു മൂവി ഇറക്കിയാലും അതിനകത്ത് കഷ്ടപ്പാട് കാണുമെന്ന് നമുക്ക് നല്ല രീതിയിൽ അറിയാം. അല്ലാതെ ഇവിടെ ആരും പുച്ഛിച്ച് വിട്ടിട്ടൊന്നുമില്ല. പിന്നെ ആ മൂവി കണ്ടതിന് ശേഷം എല്ലാവരും അതിന്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ ഇടും. അപ്പം ഈ സജീന വ്ളോഗ്സ് മേഡം പറയുന്ന കണക്കൊന്നുമല്ല കാര്യങ്ങൾ, ചുമ്മാ തെറ്റിദ്ധരിച്ചിരിക്കുവാണെന്നാണ് എൻ്റെ ഒരു തോന്നൽ. അവരാരും നിങ്ങളാരും പുച്ഛിച്ച രീതിയിലൊന്നും വീഡിയോ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഉള്ളൊരു റിയാക്ഷൻ വീഡിയോ ഞാൻ കണ്ടായിരുന്നു, പക്ഷെ അതിനകത്ത് നിങ്ങൾ ചോദിച്ച് വാങ്ങിച്ച പണിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അവരെ വീഡിയോസ് ഞാൻ കണ്ടതാണ്, ബിച്ചു സ്ട്രോക്കിൻ്റെയും പിന്നെ മറ്റേ മനു വ്ളോഗ്സിന്റെ രണ്ടുപേരും കൂടെ ചെയ്യുന്ന വീഡിയോ ഉണ്ട്. അത് നിങ്ങൾ ചോദിച്ചു വാങ്ങിച്ച പണിയാണ്. ആരും ഇല്ലെന്ന് പറഞ്ഞല്ലേ. ഇപ്പൊ നാഷണൽ അവാർഡ് മേടിച്ച വൈക്കം വിജയലക്ഷ്മി, മധു ബാലകൃഷ്ണൻ, ആതിര, നജീം, ഇവരെല്ലാരും കൂടെ പാടിയുള്ള ഒരു 6ഓളം പാട്ടുണ്ട് അതിനകത്ത്. ഓക്കെ. പിന്നെ ആദ്യമായിട്ട് ഒരാൾക്കൊരു അവസരം കിട്ടിയാൽ മാത്രമേ രണ്ടാമതൊരു അവസരം വേറെ ആൾക്ക് കിട്ടുകയുള്ളൂ. അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ പുതുമുഖങ്ങൾ തന്നെയാണേ. പക്ഷെ അഭിനയിക്കാൻ കഴിവുള്ള നല്ല ടാലന്റഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ തന്നെയാണ് ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്നത്. അല്ലാതെ എല്ലാരും ഇപ്പൊ നോക്കി മമ്മൂട്ടിയെ കൊണ്ടുവന്ന് അഭിനയിപ്പിക്കുക, മോഹൻലാലിനെ കൊണ്ട് അഭിനയിക്കുക, പ്രഭാസിനെ കൊണ്ടുവന്ന് അഭിനയിപ്പിക്കുക, മഞ്ജു വാര്യർ, ഉർവശി ഇവരെ കൊണ്ടുവന്ന് അഭിനയിപ്പിച്ചാലേ കാണത്തുള്ളൂ എന്ന് പറഞ്ഞാൽ നിന്നെ ഒന്നും കാണാൻ നിർബന്ധിക്കുന്നില്ലല്ലോ. നല്ല കഥാതന്തുവാണ്. അത്രമാത്രം പ്രയത്നിച്ച നല്ല ആർട്ടിസ്റ്റുകളുടെ കഴിവോടുകൂടി നല്ല അടിപൊളിയായിട്ടാണ് ഈ സിനിമ എടുത്തു വെച്ചിരിക്കുന്നത്. സൂപ്പർ സ്റ്റോറിയാണ്, അതായത് നല്ല ഫാന്റസി ക്രൈം സ്റ്റോറിയാണ്. ഇത്രയും പേര് അതിനകത്ത് പാടിയിട്ടുണ്ടെങ്കിലും ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ പാടിയിട്ടുണ്ടെന്ന് നിങ്ങളല്ലേ പറയുന്നത്. എന്നാൽ പിന്നെ അവരെന്താണ് ആ ഇന്റർവ്യൂക്കകത്ത് വരാന്ന്? ആ ഇന്റർവ്യൂക്കെ നമ്മൾ കണ്ടതാണ്. പിന്നെന്താണ് അവരെന്താണ് ആ ഇന്റർവ്യൂവിന് വരാത്തത്? മധു ബാലകൃഷ്ണന്റെ കാര്യം പറയുന്നു, ബാക്കിയുള്ളവരെ പേരൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് അവരെന്താണ് ആ ഇന്റർവ്യൂക്കകത്ത് വരാഞ്ഞേ? ഇതിനകത്ത് കുറെ അറിയാത്ത കുറെ ആൾക്കാരുണ്ട്. പോട്ടെ, കുഴപ്പമില്ല. ഈ പുതുതായിട്ട് വന്ന ഈ
ഓരോരോ നമ്മളിപ്പോൾ കാണുന്ന നടന്മാരെല്ലാം പുതുതായിട്ട് വന്ന് എന്നുവെച്ചാൽ അവരൊരു രീതിയിൽ പുതുതായിട്ട് വന്ന ആൾക്കാർ തന്നെയാണ്. അവരെല്ലാം സപ്പോർട്ട് ചെയ്തിട്ടല്ലേ അവരിങ്ങനെ ഫ്രണ്ടിലോട്ട് വരണ. നിങ്ങൾ ആ കാര്യം ആലോചിക്കുക. അല്ലാതെ ചുമ്മാ ഇരുന്ന് ഈ അങ്ങനെയാണ് ഇങ്ങനെയാണ് പെട്ടെന്ന് വരുന്ന ആൾക്കാരെ ഒന്നും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നില്ല. നല്ല കാര്യങ്ങളാണെങ്കിൽ ഉറപ്പായിട്ടും സപ്പോർട്ട് ചെയ്തിരിക്കും. നല്ല മൂവീസ് ആണെങ്കിൽ ഉറപ്പായിട്ടും അതിന് നല്ല റിവ്യൂസ് തന്നെ ഇട്ടിരിക്കും എന്നുള്ള രീതിയിലാണ് നമ്മളെ യൂട്യൂബേഴ്സ് റിയാക്ഷൻ വീഡിയോസ് എല്ലാവരും ഇങ്ങനെ പോണത്. നിങ്ങൾ ചുമ്മാ ആവശ്യമില്ലാത്ത രീതിയിൽ ഇരുന്ന് ഓരോന്ന് വളച്ചൊടിച്ച് ഓരോന്ന് പറയേണ്ട ഒരു കാര്യമില്ല. അതിനകത്ത് അങ്ങ് ആരെയും പുച്ഛിച്ചിട്ടുമില്ല, ആരെയും കുറ്റം പറഞ്ഞിട്ടുമില്ല. പിന്നെ ഒരു മൂവി എടുക്കുമ്പോഴത്തേക്കും ഒരു സിനിമ എടുക്കുമ്പോഴത്തേന് അതിൻ്റെതായ എഫേർട്ടും കാര്യങ്ങളും ഉണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും. നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ്. നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ്. ആ രീതിയിൽ എല്ലാവരും പോത്തോളും. കഷ്ടപ്പാടുള്ള ആൾക്കാർക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഒരു ഇത് കൊണ്ടെത്തിക്കുന്നതെന്നുള്ളത്. ഇപ്പോൾ യൂട്യൂബ് ചാനലായാലും ശരി, ഒരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ആയാലും ശരി, ഒരു ബിസിനസ് ആയാലും ശരി, ഒരു മൂവി ആയാലും ശരി, ചുമ്മാ ആയിരുന്നു കുറ്റം പറഞ്ഞിട്ടൊന്നും യാതൊരു കാര്യമില്ല. ഇത്രയും പുച്ഛിക്കുന്ന നീയൊക്കെ ഒരു കാര്യം ചെയ്യും. ആ സിനിമ ഇറങ്ങുമ്പോൾ നീയൊക്കെ അതൊന്ന് പോയി കണ്ടിട്ട് നീ റിവ്യൂ പറ. അതിനൊരു അന്തസ്സുണ്ട്. അത് വേറെ പുച്ഛമായിട്ട് അതിനകത്ത് പരിചയമുള്ള ആരുമില്ല. അതെങ്ങടെ ഒരാളെ കണ്ടല്ലേ പരിചയപ്പെടുന്നത്. ഇപ്പൊ നീയൊക്കെ യൂട്യൂബ് തുടങ്ങിയപ്പോഴത്തേക്ക് നീ തുടങ്ങിയ ഉടനെ നിനക്ക് ഇത്രയും സബ്സ്ക്രൈബർ വന്ന് നിന്റെയൊക്കെ മണ്ടേ കൂടെ വന്ന് വീണയാന്നാ. തുടക്കത്തിൽ നീയൊക്കെ ഓരോന്നിടുമ്പോഴും 1 വ്യൂ 2 വ്യൂ 3 വ്യൂ കയറിയല്ലേ വന്നത്. ഇത്രയൊക്കെ നിന്റെയൊക്കെ 10 പേര് അറിയാൻ തുടങ്ങിയത് അങ്ങനെ തന്നെയല്ലേ. അപ്പൊ പുച്ഛവും പരിഹാസവും ഒരുത്തനും എവിടെയും ചെന്ന് എത്തത്തില്ല. ഏത് ഫീൽഡിൽ നിന്നാലും അതിനൊക്കെ ഒരിട എല്ലാത്തിനും അതിന്റേതായ ഒരു താഴ്മയുണ്ട്. ഒരു സ്റ്റെപ്പ് കഴിഞ്ഞാൽ 2 കയറും. 2ാമത്തെ സ്റ്റെപ്പ് വെച്ചാലേ 3ാമത് കയറാൻ പറ്റൂ. അപ്പൊ ഒറ്റയടിക്ക് നീയൊക്കെ അങ്ങ് ആകാശത്തോളം പറഞ്ഞു. നീയൊക്കെ അങ്ങ് ഭയങ്കര ഫേമസ് ഫെമിലിയറായ ആൾക്കാരാണ്, സമ്മതിച്ച്. നിങ്ങൾ ഈ പറയുന്നതിനകത്ത് വല്ല കാര്യമുണ്ടോ? നിങ്ങൾ പറഞ്ഞ ഒരു വ്യൂസ് 2 വ്യൂസ് സബ്സ്ക്രൈബേഴ്സ് പെട്ടെന്നുണ്ടാവുന്നു, അതുണ്ടാവുന്നു പറഞ്ഞിട്ട് നിങ്ങളൊക്കെ വലിയ ആൾക്കാരാണ്, നിങ്ങളൊക്കെ പെട്ടെന്ന് ഇതാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവണത്? അപ്പൊ പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും വ്യക്തമായിട്ടുള്ള കാര്യം പറയുക. ഇപ്പൊ പറഞ്ഞുകൊണ്ടാണ് നിങ്ങളൊക്കെ വലിയ ആൾക്കാരാണ്, സമ്മതിച്ച് എന്നൊക്കെ പറയുന്നുണ്ട്. എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ്. ഈ സിനിമ നടൻ മോഹൻലാൽ ആയാലും മമ്മൂട്ടി ആയാലും ബാക്കിയുള്ള നടന്മാരായാലും ആരായാലും ശരി, അവരൊക്കെ അത്രയും കഷ്ടപ്പാടുണ്ടായിട്ട് തന്നെ ഓരോരോ മൂവിയിലൊക്കെ ഇത് വരുന്നത്. അപ്പം നമ്മളാരും പുച്ഛിച്ച് തള്ളിയിട്ടൊന്നുമില്ല. പുച്ഛിക്കേണ്ട കാര്യമില്ല അതിനകത്ത്. ഒരു സിനിമ ഇറക്കുമ്പോൾ സിനിമയുടേതായ രീതിയിൽ കാണുക. ഒരു അഭിനയം എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ വിലയിരുത്തുക. അതിനുള്ള റിവ്യൂവും കാര്യങ്ങളെന്ന് വെച്ചാൽ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ റിവ്യൂവും കാര്യങ്ങളെന്ന് വെച്ചാൽ പറയാനുള്ളതെന്ന് വെച്ചാൽ പറയുക. അത്രയല്ലേ ഉള്ളൂ. ഇവിടെ ആരും ഇപ്പോഴും ഞാൻ പറയാം, അവരാരും പുച്ഛിച്ചായിട്ടൊന്നും നമ്മൾ അവരൊരു പ്രൊമോഷൻ എന്നുള്ള രീതിയിലാണ് എനിക്ക് തോന്നിയത്. സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നിയത് അങ്ങനെയാണ്. പ്രൊമോഷൻ എന്നുള്ള രീതിയിലാണ് അവർ നിങ്ങളെ ഒരു ഇത് ചെയ്തിരിക്കുന്നത്. പ്രൊമോഷൻ ആക്കിയതാണോ ഇപ്പോൾ സത്യം പറഞ്ഞാൽ കുഴപ്പമായ? അതിൽ അഭിനയിച്ച എല്ലാരും പുതുമുഖങ്ങൾ തന്നെയാണ്. എന്റെ പുതുമുഖങ്ങൾ അഭിനയിച്ച സിനിമ തിയേറ്ററിൽ ഓടത്തില്ലേ? അത് കാണാൻ ആൾക്കാർ വരത്തില്ലേ? എന്താ അവർക്ക് അങ്ങനെയുള്ളവർക്ക് സിനിമ പാടില്ലേ? അവരെന്തോ പിന്നെ ഐറ്റം പ്രഷ്ടിച്ച് മാറ്റി നിർത്തിയിരിക്കുകയാണോ? അത് നിന്റെയൊന്നും പോക്കറ്റിൽ നിന്നല്ലേ എടുത്തിട്ട് ചെയ്തത്. നല്ല അന്തസ്സായ രീതിയിൽ കോടികളുടെ അടുത്ത് പൈസ മുടക്കി തന്നെയാണ് ഈ സിനിമ എടുത്തിരിക്കുന്നത്. അപ്പൊ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് നീയൊക്കെ പോയി തിയേറ്ററിൽ പോയി സിനിമയൊന്ന് കണ്ടിട്ട് അതിന്റെ റിവ്യൂ പറഞ്ഞുകൊണ്ട് പോവാം. അപ്പൊ അത് കേൾക്കാൻ ഒരു അന്തസ്സുണ്ട്. ഈ പടത്തിന്റെ റിവ്യൂ കണ്ടിട്ട് നല്ല കാര്യം പറയുന്ന ആൾക്കാരുണ്ട്, ചീത്ത കാര്യം പറയുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അതിനകത്ത് ഏതായിരിക്കും ഈ സജീന ചേച്ചി മാഡം തിരഞ്ഞെടുക്കുന്നത്? ഞാൻ ഒരു കാര്യം ചോട്ടെ, ഇതിനകത്ത് ഏതായിരിക്കും സെലക്ട് ചെയ്യാൻ പറ്റുന്നത്? നല്ല കാര്യമായിരിക്കും അതോ ചീത്ത കാര്യമായിരിക്കും? കൂടുതലും ചീത്ത കാര്യമാണെങ്കിൽ എന്തൊരു ചെയ്യും? അതിനെതിരെ ഇതണക്ക് വീഡിയോ ഇടുവോ? ഞാൻ അതാ ചോദിക്കുന്നത്. ഇതണക്ക് വീഡിയോ ഇടുവോ? നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഞാൻ ഇപ്പോഴും പറഞ്ഞു, ഇത് ജസ്റ്റ് ട്രിക്കാണ്. ഇവർ മൂവി പ്രൊമോഷന് വേണ്ടിയിട്ടുള്ള ട്രിക്കിങ് ആണിത്. എന്ന് വെച്ചാൽ ആരോ എന്തോ പറഞ്ഞു കൊടുത്ത രീതിയിലാണ് ഇവർ അത് വെച്ചിട്ട് ഒരു വ്ളോഗാക്കി. ഈ ഒരു കരിമ്പടത്തിൻ്റെ പോസ്റ്റർ തന്നെ അവരെ ഈ ഒരു വീഡിയോയുടെ അടിയിൽ കൊടുക്കണമെങ്കിൽ തന്നെ നിങ്ങൾ ആദ്യമേ ആലോചിക്കേണ്ട കാര്യമാണ്, ഇതൊരു പ്രൊമോഷന് വേണ്ടിയിട്ട് ഒരു അലിഗേഷൻ എന്നുള്ള രീതിയിൽ അത് പറഞ്ഞു ഇത് പറഞ്ഞു പുച്ഛം എന്നുള്ള രീതിയിൽ അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി എന്നുള്ള രീതിയിൽ ഉണ്ടാക്കിയെടുക്കുന്ന കാര്യം മാത്രമാണ്. സ്വയമായിട്ട് എനിക്കതാണ് മനസ്സിലാവണത്. അപ്പോൾ വേറൊന്നും പറയില്ല. നിങ്ങളെ പടം വിജയിക്കുന്നെങ്കിൽ വിജയിക്കട്ടെ, അതിന് യാതൊരു വിഷയമില്ല. ഇവിടെ ആരും ഒന്നും പറയാനൊന്നും പോകുന്നില്ല. വിജയിച്ചാൽ കൊള്ളാം, വിജയിച്ചില്ലെങ്കിലും കൊള്ളാം.
അപ്പം ആ പടം ഇറങ്ങിയതിന് ശേഷം ബാക്കിയുള്ള ഞാൻ എന്തായാലും മൂവി റിയാക്ഷൻ ഒന്നും ചെയ്യുന്ന ആൾക്കാരൊന്നുമില്ല. മൂവി റിയാക്ഷൻ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അത് കണ്ടിട്ട് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ രീതിയിൽ അടുത്ത വീഡിയോയും ചെയ്യുന്നതായിരിക്കും. ഈ ഒരു പടത്തിൻ്റെ എന്തായാലും ഇവിടം വരായി. അപ്പോൾ ഈ ഒരു പടത്തിൻ്റെ എന്തായാലും റിവ്യൂസും ബാക്കിയുള്ള കാര്യങ്ങളും ഓരോരുത്തർ പറയാൻ നേരത്തെ റിയാക്ഷൻ ചെയ്യുന്നതായിരിക്കും. അപ്പം വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഈ ഒരു കണ്ടൻറ്റിനെ കുറിച്ച് ഈ സജീന വ്ളോഗ്സ് സജീന മേഡം ചെയ്തത് ശരിയാണോ അല്ലയോ എന്നുള്ളൊരു കാര്യം കമൻറ്റ് ചെയ്യണം. അപ്പം പുതിയൊരു വീഡിയോ കാണുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ.